മേഘവിസ്ഫോടനത്തിൽ തകർന്നുപോയ ഉത്തരാഖണ്ഡിലെ ധരാലിയിലെ നേർക്കാഴ്ചകളുമായി 24 വാർത്താ സംഘം. റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇനി ഒരാഴ്ചയോളം സമയമെടുക്കുന്നതുകൊണ്ട് 30 കിലോമീറ്ററോളം നീണ്ട സാഹസിക യാത്രയ്ക്ക് പിന്നാലെയാണ് 24 സംഘം ഈ ദുരന്ത ഭൂമിയിൽ എത്തിച്ചേർന്നത്. ഗംഗോത്രിയിലേക്ക് റോഡ് നിർമ്മിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് രക്ഷാസേന. ധരാലിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ട്. ധരാലി എന്ന ദുരന്തഭൂമിയിലാണ് 24 സംഘം ഇപ്പോഴുള്ളത്. ഇവിടുത്തെ കാഴ്ചകൾ ഹൃദയഭേദകമാണ്. 5 ദിവസം മുമ്പ് ഇവിടെ കുറേ മനുഷ്യർ ജീവിച്ചിരുന്നുവെന്നും അവരുടെ വീടുകളും മറ്റു കെട്ടിടങ്ങളും ഉണ്ടായിരുന്നുവെന്നും വിശ്വസിക്കാൻ പോലും കഴിയില്ല. അതിൻ്റെ യാതൊരു അവശേഷിപ്പുകളും നമുക്ക് ഇവിടെ എവിടെയും കാണാൻ കഴിയില്ല. ഇപ്പോൾ ഇവിടെയുള്ളത് ചെളിയിൽ പുതഞ്ഞു നിൽക്കുന്ന ഉരുളൻ കല്ലുകൾ. 50ഓളം പേരെ കാണാനില്ല എന്നാണ് ഔദ്യോഗികമായി സർക്കാർ നൽകുന്ന കണക്ക്. എങ്കിൽ ഈ മേഖലയിൽ നേപ്പാളിൽ നിന്നുള്ള 30-ലധികം പേർ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികൾ നിരവധി പേർ ഈ അപകട സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. പല ഹോട്ടലുകളുടെയും പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ 100ഓളം തൊഴിലാളികൾ തന്നെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ, ഈ പ്രദേശവാസികൾ പറയുന്നത്. സൈന്യത്തിൻ്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു. മനുഷ്യസാധ്യമായ തരത്തിലുള്ള തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ നടത്തിയിരുന്നു. റോഡ് കണക്ടിവിറ്റി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ആഹാരം മറ്റ് സൗകര്യങ്ങൾക്ക് വേണ്ടി കണക്ടിവിറ്റി എപ്പോൾ വരെ ആവുന്നില്ല, അവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കണക്ടിവിറ്റി ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയില്ല, നമ്മൾ മേലോട്ട് പോയായിരുന്നു. കാരണം ഇവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം ഏത് വഴിയാണ് വരുന്നതെന്ന് പോലും നമുക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു. ഇവിടെയുണ്ടായ ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് ഈ ദുരന്തമുണ്ടായി അടുത്ത ദിവസം പോലും ചെളി ഊർന്നിറങ്ങുകയായിരുന്നു മുകളിൽ നിന്ന് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ പോലും നടത്താൻ കഴിയാത്ത അത്രയും അപകടകരമായ ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോഴും ഇവിടെ ഈ കല്ലുകൾ പുതഞ്ഞു നിൽക്കുന്ന ചെളി അത് 2 ദിവസം ലഭിച്ച വെയിലിനെ തുടർന്ന് അല്പം ഉറച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത്യന്തം അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. ധരാലിയിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 16 മിനിറ്റും 56 സെക്കൻഡും. ബൽറാം നെടുങ്ങാടി നേതൃത്വം കൊടുക്കുന്ന വാർത്താ സംഘം അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ബൽറാം ചേരുന്നു. ബൽറാം, ഈ 30 കിലോമീറ്ററോളം യാത്ര ചെയ്ത് സാഹസികമായി സ്ഥലത്തെത്തിച്ചേർന്നു. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഈ യാത്രയിൽ ഉടനീളം ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്തായിരുന്നു? SKN, ഉത്തരാഖണ്ഡിലെ ഈ ഒരു അപകടത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി റോഡ് കണക്ടിവിറ്റി ഇല്ലാത്തതാണ്. പലയിടങ്ങളിലും ഏറ്റവും ഒടുവിൽ എത്താവുന്ന ഇടം ആ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന സ്ഥലം മുതൽ ഈ അപകടം നടന്ന സ്ഥലം വരെ ധരാരയുള്ള വഴി എന്നുള്ളത് അതീവ ദുർഘടം നിറഞ്ഞ വഴിയാണ്. പ്രദേശവാസികൾ അടക്കം ഉള്ളവർ പലരും തിരികെ എത്തിയത് ഈ ഒരു റോഡ് പലയിടങ്ങളിലും റോഡ് പാടെ ഇടിഞ്ഞ് ഒരടിയോളം വീതി, പാറക്കെട്ടുകൾ, ഒരടി വീതിയിൽ മണ്ണ്, പിന്നീട് കുത്തിയൊലിക്കുന്ന പുഴ എന്നുള്ള തരത്തിലാണ് വഴിയിലുള്ള പല സ്ഥലങ്ങളും ഉള്ളത്. പുഴയിൽ ഇറങ്ങി മുറിച്ചു കിടക്കേണ്ട സാഹചര്യമുണ്ട്. ഇതെല്ലാം തന്നെ അത്യന്തം അപകടമേറിയ ഒരു വഴി എന്നുള്ളത് തന്നെയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കലും ഏറെ വെല്ലുവിളിയാകും ഈ രക്ഷാപ്രവർത്തകർക്ക്, അല്ലെങ്കിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ ഇപ്പോൾ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ദൗത്യ സംഘത്തിന് എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്. കൂടാതെ ഏത് സമയവും മഴ പെയ്യുന്ന സാഹചര്യം ഇത് ഈ പാതയെ മുഴുവൻ കൂടുതൽ അപകടകരമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം ഈ ദുരന്ത മേഖലയെ സംബന്ധിച്ചിടത്തോളം രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത് അത്യന്തം ശ്രമകരമായ അപകടം നിറഞ്ഞ ഒരു ദൗത്യം തന്നെയാണ്. പ്രത്യേകിച്ചും സാധാരണ ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടായാൽ ആ ദുരന്തം കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തകർക്ക് പ്രദേശത്ത് എത്താൻ കഴിയും. എന്നാൽ ഇവിടെ ആ ദുരന്തത്തിന് ശേഷം പിന്നെയും വെള്ളം കുത്തിയൊലിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം ചെളി നിറഞ്ഞ അവസ്ഥ, അത് 20 മീറ്ററോളം ചെളി നിറഞ്ഞിരിക്കുന്നു എന്നതിനാൽ തന്നെ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചാൽ പോലും പരിമിതമായി മാത്രമേ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയൂ.
അവിടെ 2 JCBകളും ഒരു ഹിറ്റാച്ചിയും ഉപയോഗിച്ചാണ് ഇപ്പോൾ ചെളി മാറ്റി പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും ഇത്ര അപകടമില്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമേ ഈ പരിശോധനകൾ നടത്താൻ കഴിയുന്നുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 6 ദിവസത്തെ ഈ രക്ഷാപ്രവർത്തനത്തിലും ഈ മേഖല ഒരു ചെറിയ പ്രദേശമാണ്. ഏതാണ്ട് 40 വീടുകൾ ചേർന്ന് നിന്നിരുന്ന ഒരു പ്രദേശമാണ് പൂർണ്ണമായും ഇല്ലാതായത്. എന്നാൽ അവിടെ തെരച്ചിൽ നടത്തുക എന്നുള്ളത് അത്യന്തരം ദുഷ്കരമായ അവസ്ഥ. പുഴ ഇപ്പോഴും കുത്തിയൊലിച്ചുകൊണ്ടേയിരിക്കുന്നു. മുകളിൽ നിന്നും വെള്ളം ഉഗ്രശേഷിയിൽ വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് വലിയ വെല്ലുവിളി രക്ഷാപ്രവർത്തകർക്ക് ഒരുക്കുന്നുണ്ട്. ഏതാണ്ട് 2 ആഴ്ചയെങ്കിലും സമയം ഈ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടിവരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഉള്ള അവസ്ഥ. അതുകൊണ്ട് പോലും പൂർത്തിയാക്കാൻ കഴിയുമോ? ആ ഒരു സ്ഥലത്ത് പലയിടത്തും റോഡ് ഇടിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യുന്നത് എങ്ങനെ എന്ന് പോലും നമുക്ക് സംശയം ജനിപ്പിക്കുന്നതാണ്. 1/4 കിലോമീറ്ററിലേറെ ദൂരം റോഡ് പാടെ തകർന്ന് പുഴയായി ഒഴുകുകയാണ്. അവിടെയെല്ലാം തന്നെ എന്നാൽ മണ്ണിട്ടോ മറ്റെന്തെങ്കിലും മാർഗം മുഖേനയോ മൂടാൻ കഴിയുന്ന സാഹചര്യം ആ പ്രദേശത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ അത്യന്തം വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യം തന്നെയാണ് നിലവിലിപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. അത് അവിടേക്ക് എത്തിച്ചേരുക എന്നുള്ളതും ഈ കാലാവസ്ഥ അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡിലുള്ള മറ്റ് ഭൗതികമായ സാഹചര്യങ്ങൾ എന്നിവയെല്ലാം തന്നെ അത്യന്തം അപകടം വർദ്ധിപ്പിക്കുന്ന ഒരു അവസ്ഥ അവിടെയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ഒരു ഭയമുണ്ടോ? കാരണം ആ പ്രളയം കുത്തി ഒഴുകി വരുന്നത് ശരിക്കും ഭയപ്പെടുത്തുന്ന ദൃശ്യമാണ് നമ്മുടെ നാട് മുഴുവൻ കണ്ടത്. അപ്പോൾ ഈ ഒരു ഭയം ജനിപ്പിക്കുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ അവിടുത്തെ ആളുകളുടെ ഒരു ചിന്താഗതി എങ്ങനെയാണ്? അവർക്ക് പേടിയുണ്ടോ? ESKN ഈ മേഖല ഉത്തരാഖണ്ഡിലെ പലയിടങ്ങളിലും പ്രത്യേകിച്ച് ഗംഗോത്രി അടക്കമുള്ള ഇടങ്ങളിൽ സ്ഥിരമായി അപകടങ്ങൾ, ഇത്തരത്തിൽ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാറുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിൽ വലിയ ഒരു പ്രകൃതിക്ഷോഭം അത് സമീപകാലത്ത് ആദ്യമാണ്. അത് ജനങ്ങളിൽ വലിയ ആശങ്കയുണ്ട്. ഒപ്പം തന്നെ ഈ അപകടം നടന്ന് ദിവസങ്ങളോളം അവർക്ക് തിരികെ എത്താനോ മറ്റ് പുറം ലോകത്തേക്ക് എത്താനോ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പലരും ഒറ്റപ്പെട്ടു പോയ സാഹചര്യമുണ്ടായി. ജോലിക്കായി ആ പ്രദേശത്ത് ഗംഗോത്രി ഭാഗത്തേക്ക് പോയ ആളുകൾ മടങ്ങിയെത്താൻ കഴിയാത്തവർ, കൂടാതെ അവിടെ സ്ഥിരതാമസമുള്ളവർ, അവർക്ക് യാതൊരു തരത്തിലുള്ള സഹായമോ ഒന്നും തന്നെ അല്ലെങ്കിൽ അവരുടെ ഉറ്റവരെല്ലാം തന്നെ താഴെ ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തിന് പുറത്തായ സാഹചര്യം, ഇതെല്ലാം തന്നെ അവരെ വലിയ ആശങ്കയിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ 2-3 ദിവസം കാത്തു നിന്ന ശേഷം ഈ അപകടം നിറഞ്ഞ വഴിയിലൂടെ അവർ സ്വയം നടന്ന് ഈ 30 കിലോമീറ്ററോളം നടന്ന് പുറം ലോകത്തെത്തിയ നിരവധി ആളുകളെ നമ്മൾ കണ്ടിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് തിരികെ സാധാരണ വഴിയിലൂടെ അല്ലെങ്കിൽ വാഹനങ്ങളിലൂടെ എത്താൻ കഴിയുമെന്ന ആശങ്കയുണ്ട്. കൂടാതെ അവിടെ നിന്നാൽ അപകടം ഇനിയും ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ട്. ഇതെല്ലാം കൂടെ തന്നെ അവർ ഈ കാട്ടുപാതയും ലഭ്യമായ ഇടത്തെ റോഡും ഉപയോഗിച്ച് നടന്നാണ് താഴെ എത്തിയത്. അവർ വന്ന അതേ പാതയിലായിരുന്നു നമ്മൾ തിരികെ ആ അപകട സ്ഥലത്തേക്ക് പോയത്. അതും അത്യന്തം അപകടം നിറഞ്ഞ ഒരു പാതയാണ്. ഈ കുത്തിയൊലിക്കുന്ന നദി മുറിച്ചു കടക്കണം. ചെങ്കുത്തായ പാറ, അത് പലയിടങ്ങളിലും ഏതാണ്ട് 100 മീറ്ററിലേറെ ദൂരം ചെങ്കുത്താണ്. പുല്ലിൽ പിടിച്ച് മാത്രമേ ഇറങ്ങാനോ കയറാനോ അവിടെ കഴിയൂ. മഴ പെയ്താൽ കടുത്ത വഴുക്കലുണ്ട്. കാൽ തെന്നിയാൽ നേരെ താഴെ എത്തുന്ന സാഹചര്യമുണ്ട്. അതിനുശേഷം പുഴ മുറിച്ചു കടക്കാനുള്ളത് 3 മരത്തടികൾ മാത്രമാണ്. ഇതെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ടാണ് ആ മനുഷ്യർ തിരികെ അല്ലെങ്കിൽ അപകടം കുറഞ്ഞ ഇടത്തേക്ക് മാറിയത്. അതേ മാർഗത്തിലൂടെ തന്നെ നമുക്ക് തിരികെ പോകേണ്ടി വരുന്നു എന്നുള്ള അവസ്ഥയും ഇവിടെയുണ്ടായി. പലയിടങ്ങളിലും പാടെ തകർന്നു കിടക്കുന്ന വഴി, കുത്തിയൊലിക്കുന്ന പുഴ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ജനങ്ങളുടെ ആശങ്ക ഇതുവരെയും മാറിയിട്ടുമില്ല. SKN. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. എന്തായാലും 30 കിലോമീറ്ററോളം സഞ്ചരിച്ച് സാഹസികമായിട്ട് ഇവിടെ എത്തി വാർത്തകൾ നേരിട്ട് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്ന താങ്കൾക്ക് ഒരിക്കൽ കൂടി നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.